ഞങ്ങളെ ക്രിസ്മസിന് കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊരു ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാനിട്ട് എല്ലാരും കൂടിയിട്ട്. ഇവിടെ രാവിലെ തന്നെ അടിപൊളി വൈബാണ്. ഇവിടെ നല്ല തണുപ്പ്. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. വി ഫോർ വെറൈറ്റി വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് നാട്ടിലൊക്കെ പോയി ഒന്ന് സത്യം പറഞ്ഞ വിഷമത്തിലിരിക്കുകയാണ്. ഒന്ന് സെറ്റായിട്ടില്ല. വെക്കേഷൻ അവിടെ പോയി ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവർക്കും അസുഖങ്ങൾ കിട്ടി, ജലദോഷം, പനി, സൗണ്ടൊക്കെ പോയി കിടക്കുക. പക്ഷെ എന്നാലും ആ നാട്ടിലത്തെ ഒരു വൈബ് ഉണ്ടല്ലോ, അതുകൊണ്ട് പോകണില്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടുവരും കേട്ടോ. അമ്മ ഇവിടെ രാവിലെ തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അമ്മ നേരത്തെ നിൽക്കും. പിന്നെ ഇന്നെന്താ അമ്മ ഉണ്ടാക്കണേ? ഇവിടെ ഗോതമ്പ് ദോശ, റവ മാവ്, അരി. കൃപയെ ഹെൽപ്പ് ചെയ്യാൻ വരും. ഇനിയിപ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാം ഉണ്ടാക്കും. അമ്മ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ എക്സസൈസ് ചെയ്തു. അത് മുടക്കിയില്ല. ജിമ്മില്ലെങ്കിലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ എക്സസൈസ് എല്ലാം കഴിഞ്ഞു. അച്ഛത് അവിടെ അച്ഛൻ്റെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛാ ഒരു ഹൈ പറയുള്ളൂ. ഇത് കണ്ടോ, കൃപേ രാവിലെ എന്നോട് 4 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു എൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ഞാൻ കുറേ വട്ടം വിളിച്ചു, പക്ഷേ എണീറ്റില്ല. നീ വല്ലതും അറിഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ കുറേ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വട്ടം വിളിച്ചു. എവിടെ എൻ്റെ വിളിച്ചു, പക്ഷെ നീ എണീറ്റില്ല. എന്താ വെച്ചാൽ നല്ല തണുപ്പല്ലേ ഇവിടെ. അറിയണില്ല. അമ്മൂസപ്പൂസൊക്കെ സുഖമായിട്ട് കിടന്നു പറഞ്ഞ തണുത്തിട്ടേ. ഞാൻ ഇവിടെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഈ ചെറിയൊരു ജന്തുക്കളുണ്ട്. ഈ കോട്ടരുമ എന്ന ഈ സൈഡിലേക്ക് പറയുന്നതിന് പല സ്ഥലത്തും പല പേരുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലേ ആ ചെറിയ പ്രാണികൾ ഇറങ്ങും. ഇവിടെ രാവിലെ തന്നെ അടിപൊളി വൈബാണ്. ഇവിടെ നല്ല തണുപ്പ്. ഇവിടെ എത്തിയപ്പോൾ ഇത് ശരിക്കും പറയുന്നത് നല്ലൊരു ഗ്രാമമാണ്. വണ്ടൂർ എന്ന് പറയുന്ന നിലമ്പൂർ അടുത്താണ്. അപ്പോൾ ഇവിടെ ഇന്നലെ വന്നപ്പോൾ എല്ലാവർക്കും ഇതേമാതിരി തണുപ്പും എല്ലാം അടിപൊളിയായി. ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. കൃപയുടെ അനിയൻ വന്നിരുന്നു. അപ്പോൾ അനിയൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നു. ഇവിടെ കണ്ടില്ലേ ഭയങ്കര പുല്ല്. ഈ ആളില്ലാത്ത ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ എല്ലാ മാസവും വരിക, അത് ക്ലീൻ ചെയ്യുക എന്നൊക്കെയാണ് ആഗ്രഹം. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവുമെന്ന് മാത്രം അറിയണം. ഞാൻ പറയൂട്ടോ, ഞാൻ എല്ലാ മാസം എന്നോട് വ്ളോഗിൽ തള്ളാനല്ല, ഞാൻ എന്തായാലും വിചാരിച്ചു. ഞാൻ ഈ കാട് കണ്ടിട്ടേ പക്ഷെ സങ്കടം ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും കാട് പിടിച്ചെടുക്കുമ്പോൾ നോട്ടിനി എല്ലാ മാസം വന്ന് ഒരു 2 ദിവസം ഇവിടെ നിന്ന് ഒന്ന് ചില്ല് ചെയ്ത് തിരിച്ച് ഗുരുവായൂർക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ കുറങ്ങന്മാർ കണ്ടില്ലേ ഓടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. വീടൊന്ന് ചെറുതായിട്ട് റെനോവേഷൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? റെനോവേഷൻ ചെയ്തൊന്ന് ഒരു അടിപൊളിയാക്കിയിട്ട് നിർത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇത് പണ്ട് ഷൂട്ടിങ് ചോദിച്ചിരുന്നു കുറേ മുന്നേ, പക്ഷെ അന്ന് നമ്മൾക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, അങ്ങനെ വെറുതെ ഇടാതെ. എങ്ങനെയുണ്ട് തണുപ്പ് ഗ്രീൻ? തണുപ്പ് കുഴപ്പമില്ലേ? ജലദോഷമുണ്ട്. ഇവിടെ ഒന്ന് ജലദോഷമൊക്കെ പിടിച്ചു. നല്ല തണുപ്പാണ്. സുഖമായിട്ട് ഉറങ്ങിയോ? എന്നാ കൂട്ടാൻ വെക്കണേ? സാമ്പാർ വെക്കണേ? ഉള്ളി, തക്കാളി. വല്യമ്മ അവിടെ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. എന്താ കൃപയ്ക്ക് ഇവിടെ വന്ന് തണുപ്പടിച്ച് നല്ല തുമ്മലൊക്കെ പിടിച്ചു, പൊടി അടിച്ചിട്ട്. അമ്മയൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അച്ഛൻ, അമ്മ എല്ലാവരും ബിസിയായി. അമ്മമ്മയൊക്കെ ഭയങ്കര ബിസിയായി രാവിലത്തെ പലഹാരമൊക്കെ കഴിഞ്ഞിട്ടേ. ഇവിടെ എന്താ പരിപാടി? അമ്മായിയും കുട്ടികളും ഇവിടെ എന്തോ ആട്ടുകട്ടിൽ ഇരുന്നിട്ട് പരിപാടിയാ. അമ്മണിക്കുട്ടി ഒരു ഹായ് പറയോ വീഡിയോയില്? ഹായ് പറയൂ. എല്ലാരും വീഡിയോ കാണണം പറയൂ. അമ്മണിക്കുട്ടി പറഞ്ഞിട്ടില്ല എല്ലാരും വീഡിയോ കാണണമെന്ന്. അപ്പൊ എല്ലാരും കണ്ടോളട്ടോ. കുട്ടൻ ചായ കുടിച്ച് മൊബൈൽ നോക്കിയിരിക്കുന്നു.
ധ്രുവന് ഇവിടെ എത്തിയപ്പോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവിടെ ഉണ്ട് അപ്പൂട്ടൻ, അപ്പുറത്തെ മഴൂരില്ലത്തെ അപ്പൂട്ടൻ്റെ. അപ്പോ അപ്പൂന്റെ ഇവിടുത്തെ ഫ്രണ്ടാണ് അപ്പൂട്ടൻ. അവിടെ ഗുരുവായൂര് മറ്റേ അപ്പൂട്ടൻ ആനന്ദമാമന്റെ മോനുണ്ട്. ഇവരൊക്കെ രാവിലെ ആയ ഉടയി അപ്പൂട്ടന്റെ അവിടെ അങ്ങോട്ട് ഓടും. ഇതെന്തത്? ചായ കുടിക്കണോ? എനിക്ക് തരുമോ? കുറച്ച് തരില്ലേ? ഒരിത്തിരി പൈസമാന് തരുമോ? ഇല്ലേ? അച്ഛന് കൊടുക്കണ്ട കേട്ടോ. അച്ഛൻ മൊബൈൽ നോക്കിയിരിക്കുക. കൊടുക്കത്തില്ല എന്ന് പറയും. എന്താ എടുത്തേക്ക് ജലദോഷോ? അതുകൊണ്ട് എടുത്തേക്ക് കൊടുക്കില്ലേ? ഇല്ല അല്ലേ? ഇക്ക് തരുമോ? എല്ലാവർക്കും കൊടുത്താൽ കൊറേ കിട്ടും. വന്നു കഴിഞ്ഞാൽ വേറെ റുട്ടീനായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു സ്റ്റൈലായി. ഗുരുവായൂർ വേറൊരു സ്റ്റൈല്. അങ്ങനെയല്ല, എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാടൻ പാട് പാടേ പള്ളിക്കെട്ട് പാട്. അയ്യപ്പോ അയ്യപ്പോ താമേ ആറ്റിത്തൊട്ടിൽ കൂത്തുന്നില്ലിൽ കമ്മനിനെ തിപ്പൂനിൽ മുത്തുപൂനൻ ബൊമ്മനെ അമ്മ പിടിക്കാം. ആറ്റിത്തൊട്ടിൽ കൂത്തുന്നില്ലിൽ കമ്മനിനെ തിപ്പൂനിൽ മുത്തുപൂനൻ ബൊമ്മനെ ഇന്നുമെന്നും കിന്നയിക്കാൻ ഓമനിക്കാം. ചപ്പപ്പോൾ നെറ്റിയിലോ പൊട്ടിത്തോളാം. നീ പരൻ പുണ്ടുകളെ കണ്ടു നിന്ന ഓമലല്ലേ. നീ പരൻ പുണ്ടുകെതിരിപ്പ് കണ്ടു നിന്ന നീങ്കുണ്ടേ തൈലാത്താഴമില്ല. നിന്നെ തയക്കാം ഇന്നേ ഇവിടെ ചക്ക ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ ഇല്ലത്തുന്നപ്പോൾ ഞാനാണ് ചക്ക ഇട്ടത്. ഇവിടെ നിന്ന് നീ ഇട്ടാൽ മതി കേട്ടാ. ഇട്ട് ചെല്ല് ഗൈസ്. കൃപയ്ക്കൊരു പണി കൊടുക്കാതെ പറ്റില്ല. കാരണം കൃപയുടെ ഇല്ലത്ത് പോയപ്പോൾ ഞാനല്ലേ ചക്ക ഇട്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കൃപേനെ കൊണ്ട് ഇടിക്കട്ടെ. വലിയ പാമ്പുണ്ടാവോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പണ്ട് പറഞ്ഞ ഓർമ്മയില്ലേ കൃപ? പാമ്പ് കടിച്ച് വയറില്ല അവിടെ. ഇട്ടോ ചക്കട്ടോ ആ തോട്ടി എടുത്തത്. പുഷ്പരായ അവിടെ നമ്മളെ പുഷ്പരായ നിൽക്കുന്നുണ്ട് അവിടെ. എന്നോട് പറയാ ചക്ക. ബൈജോട്ടോടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എന്നോട് ചക്ക ഇടാൻ. കേറിക്കോ ധൈര്യമായിട്ട് കേറിക്കോ. ഞാനിവിടെ ഉണ്ട്. എന്ത്? ഞാനിവിടെ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുത്തിട്ട് നിൽക്കിട്ടതല്ലേ? ധൈര്യമായിട്ട് കേറിക്കോ. ഇവിടെ നിറച്ചിട്ട് ആടാണ്. കിട്ടിയോ? അതല്ല, ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഏതാണ്ടത്? അതിട്ടോ ആ മുകളിലുള്ളത്. അതിട്ടോ ചക്കട്ടോ. ഇത് എടുത്തേ. ഇതുള്ളത് നോക്കിക്കോട്ടോ. ഇവിടെ കണ്ടോ നിറച്ച് കാട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ബൈജുട്ടിന് അന്ന് അവിടെ കിടന്നിട്ട് എത്ര വിക്രാസ് കാണിച്ചിട്ട് ഒരു ചക്ക ഇട്ടത് കിട്ടിയോ? ഞാൻ കാണിച്ചുതരാം. നിറച്ച് കാട് പിടിച്ച് ഈ സൈഡൊക്കെ കൊറേ ക്ലിയർ ചെയ്യാണ്ട്. ചക്ക ചാടിയല്ലോ. ചാടിയോ? ഇത് എവിടെയാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് വയ്യ. ഞാൻ സിമ്പിളായിട്ട് ഇട്ടു. പക്ഷേ അതാ കാട്ടിലെ വീണത്. ചാടിക്കോ. പാമ്പുണ്ടാവും ചിലപ്പോ, പറയാൻ പറ്റില്ല. അല്ലക്ക് അതില് പോവാൻ വയ്യ. അങ്ങനെ കൃപ ആദ്യമായി ഒരു ചക്കട്ടിരിക്കും. അയ്യടാ, ആദ്യമായിട്ടൊന്നല്ല. പിന്നെ പറഞ്ഞേട്ടാ നീ കൊറേ ചക്കട്ടുണ്ടല്ലോ ഇവിടെ. പിന്നെ ഇവിടെ മൊത്തം കാടാട്ടോ. പക്ഷെ ശരിക്കും പാമ്പുണ്ടാവും, പറയാൻ പറ്റില്ല.
അയ്യോ എവിടെ ചക്ക വീണത് കാണാനില്ല. ഇവിടേക്ക് ചാടിയേ. ഞാൻ അപ്പുറത്ത് വീഡിയോ എടുക്കുന്നു. ആർക്കും അതൊക്കെ എടുക്കുന്നു. അവിടെ അവിടെ അയ്യോ അവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പാമ്പല്ല, പേടിക്കണ്ട. അതല്ല അതാ കൃപ അവിടെ അവിടെ നോക്കേ. അതവിടെ അവിടെ ശരിക്കും അതവിടെ അവിടെ കാണാല്ലേ. ഈ ക്യാമറയിൽ കാണുന്നുണ്ട് ചക്ക കിടക്കുന്നത്. എവിടെ? ആ കണ്ടു കണ്ടു. അമ്മേ അതെ കൃപ പാമ്പ് ബേക്കിൽ. തുമ്പയാണോ? ഇവിടെ മറ്റേ ഇതുണ്ട്, ചൊറിയുടെ മറ്റൊരു സാധനം ഉണ്ടല്ലോ, തുമ്പ അതൊക്കെ ഉണ്ട് ഇവിടെ. അമ്മമ്മേതാ ചക്ക. അപ്പൊ ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. കൃപ അവിടെ അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്നേഹമുള്ള അളിയൻ പോയിട്ട് ദേ എന്താണ്ടൊക്കെ തിന്നാനുള്ള സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നുണ്ട്. ഞാനല്ലാട്ടോ മേടിച്ചത്, അളിയനാണ് മേടിച്ചത്. ദേ എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ മധുരമുള്ള സാധനം. എനിക്കാണെങ്കിൽ മധുരം ഇഷ്ടമല്ല, ഉപ്പാണ് ഇഷ്ടം. അവൻ ഇല്ല, നീ എവിടെ? ഉപ്പല്ല, മധുരാണ്. ഉപ്പാണോ ശരിക്കും? ആ ഇത് മധുരം ഉപ്പും കൂടിയതാ. നീ കണ്ടറിഞ്ഞത് മേടിച്ചാക്കി സംശയമുണ്ട്. ഞാൻ മധുരം കഴിക്കില്ലല്ലോ, അതുകൊണ്ട്. ചായ ഉണ്ടാക്കിയ ആള് വരുന്നുണ്ട്. ൂസിനാക്കാൻ പോവാ. ദേ അവിടെ കണ്ടോ, ഇവിടെ രണ്ടുപേര് അതെ അമ്മാവൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തോ കളിക്കാൻ കുട്ടനെ രണ്ടുപേർക്ക് എന്തോ കളിക്കാൻ മേടിച്ചിട്ടുണ്ട്. അതിന്റെ കളിയിലാ. എന്താ കാണിക്കണേ? എന്താ അമ്മണി എന്താ കാണിക്കണേ? അച്ഛന് തരുവോ? അമ്മൂസേ അച്ഛന് തരുവോ? അമ്മണി കുട്ടി തരുവോ? ഇല്ലേ? എന്തൊക്കെ സാധനങ്ങൾ അറിയണ്ടേ? കേക്ക്, പിന്നെ ഇതെന്തോ മധുരമുള്ള സാധനമാണ്, ബിസ്ക്കറ്റുകള്. പിന്നെ ഇത് അവൻ പറയണത് ഉപ്പാണ്, പക്ഷെ ഇതിൽ മധുരവും ഉപ്പും കൂടി എന്തോ ഒരു സാധനം. പിന്നെ ഇത് ക്രീം ബണ്ണ്. അതെ, കൃപ മാത്രം ഇതിൽ കൂടുന്നില്ല. നല്ല ചൂട് ചായ ഉണ്ട് കയ്യിൽ, അടിപൊളി. പക്ഷെ അതിൽ മിക്സ്ചറോ ചിപ്സ് ആയിരുന്നു ബെസ്റ്റ്. എന്ത് എന്ത് കത്തി എന്താ? ഓമ്മേ അവനെന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി കൃപ അതല്ല, കൃപ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല, അടിപൊളി ചായ സെറ്റായിട്ടുണ്ട്. ഞങ്ങളെ ക്രിസ്മസിന് കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. അവൻ മെല്ലെ പറയാ ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോവാന്ന്. ഞാൻ അവനോട് സൗണ്ട് ഉണ്ടാക്കരുത് പറഞ്ഞു. നേരത്തെ ഒരു വീഡിയോ എടുത്തത് അവൻ ഭയങ്കരമായിട്ട് അലറി, അപ്പൊ പിണങ്ങി. പിന്നെ അപ്പോ എല്ലാവർക്കും ഒന്ന് കേക്ക് ഒന്ന് മുറിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞങ്ങൾ ചെറിയ രീതിയിൽ കേക്ക് മേടിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടില്ല. അവിടെ കേക്ക് ഉണ്ടാവും ദൈവത്തിന് അറിയാം. ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ പ്ലം കേക്ക് എങ്കിലും മേടിക്കും എന്നുള്ളൊരു. ഞങ്ങളെ അടുത്തുള്ള ചെറിയൊരു ടൗണാണ് വണ്ടൂർ. അപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. ക്രിസ്മസ് ആയിട്ട് വെറുതെ ഒരു കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. ഹാപ്പി ക്രിസ്മസ് ആശംസകൾ. എന്ത് ഹാപ്പി ക്രിസ്മസ് അല്ല, ഒരു വീഡിയോയിലുള്ളതാ. ഹാപ്പി ക്രിസ്മസ് ആശംസകൾ. അമ്മൂസ് ഞാൻ പറഞ്ഞ തെറ്റിച്ചിട്ട് ഹാപ്പി ക്രിസ്മസ് ഇനി അറിയാം. ചേട്ടാ ഇതിന് മേരി ക്രിസ്മസ് പറഞ്ഞിട്ടുള്ള കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എഡിബിൾ ആണ്, അത് തിന്നാൻ പറ്റും. ഇത് തിന്നാൻ പറ്റുമല്ലോ, അല്ലാതെ ഒരു സാധനം അവിടെ വയ്ക്കില്ല. തിന്നാൻ പറ്റാത്തൊന്നും വയ്ക്കില്ല തോന്നുന്നുണ്ട് കേട്ടോ. അത് കടലാസാ? ഓക്കെ, അത് വിളിച്ചോളൂ. എല്ലാരും പോയിട്ട് കൈ കഴുകി വരും. ശരി, ഞങ്ങളൊരു ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാനിട്ട് എല്ലാരും കൂടിയിട്ട് പാടിക്കോ. എല്ലാരും കരഞ്ഞു തുടങ്ങി കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെ, ഇന്നലെ അമ്മയും ആദ്യം പറയായിരുന്നു ഒരു പാട്ടൊക്കെ പാടാൻ. രണ്ടുപേരും ഇപ്പൊ ബാക്കിലേക്ക് വിളിച്ചിട്ട് കേട്ടോ. നിങ്ങൾ ഞാൻ പാടുന്ന സമ്മതിച്ചില്ലേ? ഇല്ലേ? അത് മതി. അതെ, അമ്മണിക്കുട്ടിക്ക് മാത്രമായിട്ട് മുറിക്കണം. അത്രേ അമ്മണിക്കുട്ടിക്ക് മാത്രമായിട്ട് മുറിക്കണം. അതെ മുറിച്ചതാ.
അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി? എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്തോളൂ കേട്ടോ. അത് നല്ല എല്ലാവരും അതൊന്നും ചെയ്യണില്ല, കാരണം ഞങ്ങൾക്ക് അധികം ലൈക്സോ കമൻസോ ഒന്നും കിട്ടുന്നില്ല. എത്ര ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ അതെല്ലാവരും ചെയ്യൂ കേട്ടോ. ആ ബട്ടൺ എല്ലാവരും ഞെക്കിക്കോളൂ. അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.